ഉള്ളിൽ യഥാർത്ഥത്തിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന, അതായത് പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തെന്നറിയോ? അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും ധർമ്മബോധമുള്ളവനാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതായത് വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വംശത്തിന്റെയും ഇതിന്റെ ഒന്നും പേരിൽ ആർക്കും ഒരു മഹത്വവും ഇല്ല. നല്ലവൻ മാത്രമാണ് നല്ലവൻ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആരാണ് മഹത്വമുള്ളവൻ? മഹത്വമുള്ളവനാണ് മഹത്വമുള്ളവൻ. അത് വർണ്ണത്തിനോ വർഗത്തിനോ വംശത്തിനോ ദേശത്തിനോ ഭാഷയുടെ അടിസ്ഥാനത്തിലൊന്നും ആർക്കും ഒരു മഹത്വവും. ഇതന്നെയല്ലേ യഥാർത്ഥത്തിൽ മാനവികത എന്ന് പറയുന്നത്, ഇതന്നെയല്ലേ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതാണോ ഇന്ന് സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ? പ്രവാചകൻ പറയുന്നു, യഥാർത്ഥത്തിൽ മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒരേ ദൈവത്തിന്റെ സൃഷ്ടികൾ. അതോടൊപ്പം അതിലാർക്കെങ്കിലും മഹത്വമുണ്ടെങ്കിൽ അവൻ മഹത്വമുള്ളവൻ ആണെങ്കിൽ മാത്രമാണ് അവന് മഹത്വമുള്ളൂ. അങ്ങനെയാണ്, അവനെ മഹത്വമുള്ളൂ. മാത്രമല്ല, ആ പറയുന്ന ഒരു കാര്യത്തെ പ്രയോഗവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് മനുഷ്യൻ അടിസ്ഥാനപരമായി സഹോദരന്മാരാണ്. ഇനിയിപ്പോ സാധാരണഗതിയിൽ നമ്മൾ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും വേദികളിലൊക്കെ പല മഹാന്മാരും പിന്നെ വലിയ വലിയ സാംസ്കാരിക നായകന്മാരും ഇങ്ങനെ പലരും എല്ലാവരും അഭിസംബോധന ചെയ്യാറുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രനായകന്മാർ വരെ അഭിസംബോധന ചെയ്യുക സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ പറയുന്നത് ഒരു ഭംഗി വാക്ക് മാത്രമാണ്. അത് ഭംഗി വാക്കാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കാരണം പ്രയോഗത്തിലേക്ക് വരുമ്പോൾ അത് ഭംഗി വാക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് യഥാർത്ഥത്തിൽ തന്നെ സഹോദരന്മാരാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി ഏകോദര സഹോദരന്മാരാണ് എന്ന കാര്യം പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ, കാലങ്ങളായി രൂപപ്പെട്ടു വന്ന വിഭാഗീയ ചിന്തകളെ തുടച്ചു നീക്കണമെങ്കിൽ ശ്രമകരമായ ഒരു പണിയാണ്. അതിന് പ്രവാചകൻ സ്വീകരിച്ച ഒരു വഴി പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും. എന്നാലും സന്ദർഭത്തിന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ അതൊന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഒരു സംഭവം. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് പ്രവാചകൻ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുക്കൾ ഉണ്ടാവുന്നുണ്ട്. പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദേശത്യാഗം ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വീണ്ടും മക്കയിലേക്ക് വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്നുണ്ട്. അതിന് ചരിത്രത്തിൽ മക്കാ വിജയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മക്കാ വിജയം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ ആയിരക്കണക്കിന് അനുയായികളുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ആരെയാണെന്നറിയോ? നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് തെരഞ്ഞെടുക്കുന്നത് ബിലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ. ഈ ബിലാലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബിലാൽ എന്ന് പറയുന്നതിലെ കാക്കയെ പോലെ കരുത്തിരുണ്ട, പതിഞ്ഞ മൂക്കുള്ള, തടിച്ച ചുണ്ടുകളുള്ള, അങ്ങനെ ഉണ്ടല്ലോ, ഒരു നീഗ്രോ അടിമയായിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മക്കാ വിജയത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി. ഈ പ്രഖ്യാപനം നടത്തേണ്ടത് എവിടെ വെച്ചാണെന്നറിയോ? ഈ പ്രഖ്യാപനം നടത്തേണ്ടത് കഅബാലയത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. ഇത് കഅബാലയത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത്. കഅബാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് വെറുതെ നോക്കി നിന്നാൽ തന്നെ പുണ്യം കിട്ടുന്ന ചില സംഗതികളുണ്ട്. അതിലൊന്ന് സ്വന്തം അമ്മയാണ്. സ്വന്തം അമ്മയുടെ മുഖത്തേക്ക് ഒരാൾ വെറുതെ നോക്കി നിന്നാൽ തന്നെ പുണ്യമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നതുപോലെ വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പുണ്യം കിട്ടുന്ന ഒരു ആരാധനാലയമാണ് കഅബാലയം എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് വിജയം പ്രഖ്യാപിക്കേണ്ടത്. അതിന് ബിലാലിനെയാണ് ക്ഷണിക്കുന്നത്. ബിലാൽ അതിന് ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. പ്രവാചകൻ കൈവച്ചു കൊടുക്കുന്നു, അതിൽ ചവിട്ടി കയറാൻ ആവശ്യപ്പെടുന്നു, ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ വീണ്ടും പറയുന്നു, ബിലാലെ സഹോദര, എന്റെ ചുമലിൽ ചവിട്ടിയിട്ട് അതിന്റെ മുകളിലേക്ക് കയറും. അങ്ങനെ വെളുത്തു തുടുത്ത പ്രവാചകന്റെ ചുമലിൽ ചവിട്ടി കാക്കയെ പോലെ കറുത്തിരുണ്ട ബിലാൽ കഅബാലയത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ചരിത്രത്തിൽ സംഭവിക്കുന്നത് വർണ്ണവിവേചനത്തിന്റെ, ജാതീയതയുടെ, വംശീയതയുടെ, വർഗീയതയുടെ മതിൽക്കെട്ടുകളെ ചവിട്ടി പൊളിക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് മനുഷ്യൻ അടിസ്ഥാനപരമായി യഥാർത്ഥത്തിൽ സഹോദരന്മാരാണ്. ഒരൊറ്റ കുടുംബക്കാരും തറവാട്ടുകാരുമാണ്. ഈ ഒരു അധ്യാപനത്തിന്റെ അടിസ്ഥാനപരമായി യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യൻ അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു അധ്യാപനത്തിന്റെ ഈ കാലത്തെ പ്രസക്തി നമുക്ക് എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ രാജ്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യമാകുന്ന നമ്മളുടെ രാജ്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പാർലമെന്റ് മന്ദിരത്തെയാണ്. ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഭരണഘടന അനുസരിച്ച്
രാജ്യത്തിലെ പ്രഥമ പൗരനാരാണ്? പ്രസിഡന്റാണ്. പക്ഷേ ഈ ജനാധിപത്യ സംവിധാനത്തിലെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രഥമ പൗരയ്ക്ക് അവിടെ പ്രവേശനമില്ല. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അറിവുണ്ടായത് കൊണ്ട് മാത്രം മനുഷ്യനാവുകയില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നീക്കിവെക്കപ്പെടാൻ രാജ്യത്തിലെ ഒരു പ്രഥമ പൗരയ്ക്ക് അതിന് അവകാശമില്ലാതെ പോകാൻ കാരണം യഥാർത്ഥത്തിൽ എന്താണ്? അതെന്തായാലും മനുഷ്യർക്കുള്ളതല്ല, അതിനു പകരം ഏതോ ചില വിഭാഗങ്ങൾക്കുള്ളതാണ്. ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ അധ്യാപനം നമുക്കിത് വെളിച്ചമാകുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന കാര്യമാണ്. അത് പാടില്ല, അത്തരം വിവേചനങ്ങൾ പാടില്ലെന്ന ബോധം പോലും നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു വ്യവസ്ഥയുടെ അടിമകളാണ്. അതിൽ നിന്നുള്ള ഒരു മോചനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനെന്ത് വേണം? കാഴ്ചപ്പാടുകൾ മാറണം, മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. മനുഷ്യൻ അടിസ്ഥാനപരമായി ദൈവത്താൽ ആദരിക്കപ്പെട്ട ഒരേ മാതാപിതാക്കളുടെ മക്കളായ ഏകോദര സഹോദരന്മാരായ ഒരൊറ്റ തറവാട്ടുകാരും കുടുംബക്കാരുമാണ്. ഈ ഒരു ബോധത്തിലേക്ക് മനുഷ്യൻ മാറണം. ഇത് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പഠിപ്പിച്ചതെങ്കിലും ഇന്നതിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ കാര്യം മാത്രമല്ല, ലോകം മൊത്തത്തിൽ വംശീയതയുടെ, വർഗീയതയുടെ, സാമുദായികതയുടെ അന്തരീക്ഷം അങ്ങനെയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഇത് നൽകുന്ന ഉൾവെളിച്ചം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന് പ്രസക്തിയേറിയ ഒരു കാലം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ മനുഷ്യനെ ഒന്നാക്കാനും നന്നാക്കാനും പ്രവാചകന്മാരുടെ ദൗത്യം തന്നെ അതായിരുന്നു. ചേർത്ത് നിർത്തി മനുഷ്യനെ, എന്നിട്ടോ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും മനുഷ്യൻ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ജീവിതത്തിന്റെ ഓരോ തലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഒരു വ്യക്തി രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബത്തെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുടുംബത്തെ വരെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? തകർക്കാനുള്ള ശ്രമം ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. യഥാർത്ഥത്തിൽ സാധാരണ നമ്മളിപ്പോ ഈ ലിബറലിസത്തിന്റെയും മറ്റൊക്കെ പേരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. കുടുംബം ഇങ്ങനെ ദുർബലപ്പെട്ട് അതിങ്ങനെ തകർന്നു പോവുകയാണ്. നമ്മൾ വിചാരിക്കേണ്ടത് ഒരു കുടുംബ നഗരയിൽ ഒതുങ്ങുന്നതല്ലത്, മനുഷ്യനാണ് തകരുന്നത്. കാരണം മൂല്യങ്ങളെല്ലാം മുളപൊട്ടുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. ഏത് സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പങ്കുവെപ്പിന്റെയും ഇതെല്ലാം കുടുംബത്തിൽ നിന്നാണ് മുളപൊട്ടുന്നത്. അത് തകർന്നാൽ പിന്നെ തകരുക മനുഷ്യനാണ്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് കുടുംബത്തെ യഥാർത്ഥത്തിൽ എന്താകണം? അതിനെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അതൊരു ദൈവിക സ്ഥാപനമാണ്. ഏതെങ്കിലും ഭരണഘടനയിൽ എഴുതിയുണ്ടാക്കി രൂപപ്പെട്ടതല്ല കുടുംബം എന്ന് പറയുന്നത്. അത് ദൈവികമായ ഒരു സ്ഥാപനമാണ്. അതിനെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യരല്ലാതായി മാറും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഭാര്യയും ഭർത്താവും ഇണകളായി ഒരു പഴയ തലമുറയും ഉണ്ടാവും, പുതിയൊരു തലമുറയും ഉണ്ടാവും. പഴയ തലമുറ ആരാണ്? മാതാപിതാക്കളാണ്. പുതിയ തലമുറ മക്കളുമാണ്. ഈ മാതാപിതാക്കൾ, മക്കൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത്, അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അത് വിശാലതയുണ്ട്. അതിലൊക്കെ തന്നെ മുൻഗണനാക്രമം വരെ കടപ്പാടുകളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചതായി കാണാൻ പറ്റും. അത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി അമ്മയോടാണ്. ഇത് 3 തവണ ആവർത്തിക്കുന്നുണ്ട്. അമ്മയോടാണ് കടപ്പാട്, പിന്നെ പിതാവിനോടാണ് ബാധ്യത, കടപ്പാട് ഉണ്ടല്ലോ. പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. അത്രത്തോളം മാതാവിനോടുള്ള കടപ്പാട് വിശകലനം ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം, മാതാപിതാക്കളുടെ പ്രീതിയിലാണ് ദൈവത്തിന്റെ പ്രീതി. അപ്പൊ ദൈവത്തിന്റെ പ്രീതിക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന ഒരു പരിപാടിയും പഠിപ്പിച്ചിട്ടില്ല. ഇത് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള നേർച്ച വഴിപാടുകൾ, അങ്ങനെ ഒരു പരിപാടി ഇല്ല. കാരണം ദൈവത്തിന് നമ്മുടെ കാശിന്റെ ആവശ്യമില്ല, എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ് ദൈവം. എന്നിരിക്കെ നമ്മളുടെ ചില്ലിക്കാശിന്റെ ആവശ്യം നമുക്ക് പലപ്പോഴും സമൂഹത്തെ കാണുമ്പോൾ ആളുകൾ കാണിക്കുന്നത് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തോന്നിപ്പോകും, ദൈവം ദരിദ്രനാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താല് യഥാർത്ഥത്തിൽ ആരാധകരും വരുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്ന് പറയുന്ന, അതല്ല യഥാർത്ഥത്തിൽ ദൈവം. അതിനു പകരം നമ്മൾ ആരുമില്ലെങ്കിലും നിലനിൽക്കുന്നവരാണ് ദൈവം. ആ സർവശക്തനായ ദൈവത്തിന് കാശിന്റെ ആവശ്യമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ സൃഷ്ടികളോട് ബാധ്യതകൾ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കുന്നത് ആരെന്ന്
പരീക്ഷിക്കുവാനാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ദൈവപ്രീതി കിട്ടണമെങ്കിൽ മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കൽ അവൻ എന്താക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയാസപ്പെടുന്ന ഉണ്ടല്ലോ, പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെട്ട് ചിലപ്പോൾ പെരുമാറ്റങ്ങളിൽ വൈകല്യങ്ങൾ വരും, ഇങ്ങനൊക്കെ സംഭവിക്കും. ആ സന്ദർഭത്തിൽ അവരോട് എന്ന് പോലും പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത്രത്തോളം കരുതലോടുകൂടി നമുക്കറിയാൻ പറ്റും. മുമ്പ് നമ്മൾ പത്രത്തിലൊരു വാർത്ത വായിച്ചിട്ടുണ്ടാവും. സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ഒരു കേസ് കൊടുക്കുന്നു, ജ്യേഷ്ഠനെതിരിൽ അനിയൻ. എന്താണ് കേസ്? പ്രായമായ പിതാവിനെ സംരക്ഷിക്കുന്നത് ജ്യേഷ്ഠനാണ്, അനിയന് വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ കേസ് കൊടുക്കുന്നു, എന്ത്, എനിക്കും എന്റെ പിതാവിനെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. ഇതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം. അതാണ്. ഇങ്ങനെയാണ് ഈ വെളിച്ചമാകുന്നത്, ഇങ്ങനെയാണ് പ്രവാചകൻ. കാരണം ഈ ഉൾവെളിച്ചം ഉണ്ടാകുമ്പോൾ മനുഷ്യന് ബാധ്യതാബോധം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മാതാപിതാക്കളെ സംരക്ഷിക്കുക, അതിനുവേണ്ടി മത്സരിക്കുക, ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് വൃദ്ധസദനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെ വരിക. ഇവിടെ വനിതാ വിമോചന സമരങ്ങൾ ഉണ്ടായതുകൊണ്ടൊന്നും വൃദ്ധസദനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അത് ഏറുകയല്ലാതെ കുറയുകയില്ല. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഇതാണ് പ്രവാചകൻ, ഈ കാഴ്ചപ്പാടുകളെയാണ് മാറ്റുന്നത്. കാരണം മാതാപിതാക്കളുടെ കടപ്പാട് അത്രയും വലുതാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊന്ന് പുതിയ തലമുറയാണ്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ മക്കളാണ്. മക്കളുടെ കാര്യത്തിൽ പോലും നമുക്കറിയാൻ പറ്റുമെന്ത്, സമീപനങ്ങളിൽ വിവേചനങ്ങൾ അറിയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ജനിക്കുന്ന കുഞ്ഞ് ആണാവണം എന്നാണോ പെണ്ണാവണം എന്നാണോ ആഗ്രഹിക്കുക? എല്ലാവരും സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ആണാവണം എന്നാണോ പെണ്ണാവണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുക? ഏതൊരാളും ആഗ്രഹിക്കുന്നത് ജനിക്കുന്ന കുഞ്ഞ് ആണാവണം എന്ന് തന്നെയാണ്. ഇത് പെൺകുട്ടികളോട് നമുക്ക് വല്ല വിരോധമുണ്ടോ? പെൺകുട്ടികളോട് നമുക്ക് ഒരു വിരോധമില്ല. പക്ഷെ പെൺകുട്ടികൾ അല്ല നമുക്ക് ഇത്. പക്ഷെ നമ്മൾ പെൺവിരോധികളാണ്. ആരാണ് നമ്മളെ വിരോധികളാക്കിയത്? പെൺകുട്ടികൾ ജനിക്കുന്നത് നമുക്ക് പേടിയാണെന്ന്, അല്ലെങ്കിൽ അത് ഒരു അശുഭലക്ഷണം പോലെ ആരാണ് ഇത് നമ്മളെ പഠിപ്പിച്ചത്? നമ്മൾ ബോധപൂർവം അങ്ങനെ ആയിപ്പോയതല്ല. അതങ്ങനെ നമ്മളുടെ മനസ്ഥിതിയും വ്യവസ്ഥിതിയും നമ്മളെ അങ്ങനെ ആക്കി മാറ്റി. അത് തിരുത്തണമെന്ന പ്രവാചകൻ പറയുന്നത്. അത് തിരുത്തേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ പറയുന്നുണ്ട്. എന്തെന്നറിയോ? നിങ്ങളിൽ ആരെങ്കിലും 3 സഹോദരിമാർ മൂലം അല്ലെങ്കിൽ 3 പെൺമക്കൾ മൂലം നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കുകയില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ പെൺജന്മം യഥാർത്ഥത്തിൽ എന്താണ്? പുണ്യജന്മമാണ്. അത് പാപമല്ല, സ്വർഗത്തിന് കാരണമാകുന്ന മഹത്തായ ജന്മമാണ്. ഇവർ കാഴ്ചപ്പാടിലേക്ക് മാറിയാൽ യഥാർത്ഥത്തിൽ ഗർഭാശയങ്ങൾ കൊലക്കളങ്ങളായി മാറുന്ന അവസ്ഥ. കാരണം നമുക്കറിയാം, ഞാൻ മുമ്പ് ഖത്തറിൽ പോയ സമയത്ത് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിന് സങ്കടം പറയാനാണ് വന്നത്. ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ്. ഭാര്യ ഗർഭിണിയാണ്. ഗർഭസ്ഥ ശിശു പെൺകുട്ടിയാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ അബോർഷന് വിധേയമാക്കണം, കളയണം. ഇദ്ദേഹത്തിന് അത് ഒരു നിലയ്ക്കും സമ്മതിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്. ഭാര്യ മാനസികമായി തന്നെ എന്താണ്, രണ്ടാമത്തേതും പെൺകുട്ടിയായപ്പോൾ അതിന്റെ അസ്വസ്ഥതയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഗർഭസ്ഥ ശിശു പെണ്ണാണെന്ന കാര്യം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഗർഭസ്ഥ ശിശു ലിംഗനിർണയം ഇവിടെ എന്തല്ല, ഒരു കുറ്റമല്ല. നമ്മളോട് ഇവിടെ ക്രിമിനൽ കുറ്റമാണ്. എന്താ കാരണം? എന്താണ് ഇതിന് കാരണം? ഇവിടെ കുറ്റമാകാനുള്ള കാരണം എന്താ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ വെച്ച് വന്ന് കൊന്നുകളയും നമ്മൾ എന്നതാണ്. നമ്മളെ കൊലയാളികളാക്കിയത് ആരാ? നമ്മളുടെ വ്യവസ്ഥിതിയും നമ്മളുടെ മനസ്ഥിതിയും. ഇത് രണ്ടും മാറാതെ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര വനിതാ വിമോചനത്തെ കുറിച്ച് പറഞ്ഞ് പ്രസംഗിച്ചിട്ടൊന്നും യഥാർത്ഥത്തിൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. അതേസമയത്ത് പ്രവാചകൻ ഇത് പഠിപ്പിച്ചപ്പോൾ അതൊരു സമൂഹം ഏറ്റെടുക്കുമ്പോൾ പെൺകുട്ടികൾ അവിടെ സുരക്ഷിതരായിരിക്കും. അവർ ജനിക്കുന്നത് പാപമായി കാണുന്ന അവസ്ഥ മാറും. അങ്ങനെയല്ല, ഇതല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ ഞാൻ പറയുന്ന ജീവിതത്തിന്റെ ഏത് തലങ്ങളിലേക്കും മനുഷ്യനെ മനുഷ്യനായി കാണാൻ, ചേർത്ത് നിർത്താൻ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപനങ്ങളും അത് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ പ്രസക്തി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുക. ഇനി നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ജീവിതത്തിന്റെ ഇപ്പോ വീട്ടിലിരുന്ന് നമ്മൾ കുടുംബത്തിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അതിനുപോലെ ചിട്ടവട്ടങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിനാണ് അത്ര ബർക്കത്തുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതായത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. അത് വൃത്തിയുടെ ഭാഗമാണ്. വലത് കൈ കൊണ്ട് കഴിക്കണം. ഇടത് കൈ കൊണ്ട് കഴിക്കാലോ, പക്ഷെ വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. കാരണം ചിട്ടയുടെ ഭാഗമാണ്. ദൈവനാമത്തിൽ വേണം കഴിക്കാൻ എന്നതാണ്. കാരണം ദൈവമാണെല്ലാം നൽകുന്നത്. അത് നന്ദിയുടെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണം എന്നാണ്. 2 കാരണത്താൽ നിഷിദ്ധമാകും. ഒന്ന്,
സ്വയം നിഷിദ്ധമായ അന്നപാനീയങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്. മനുഷ്യന് ദോഷം ചെയ്യുന്ന സ്വയം നിഷിദ്ധമായ അതിനെല്ലാം യഥാർത്ഥത്തിൽ ചിലത് അനുവദനീയമാണ്. പക്ഷെ തെറ്റായ മാർഗത്തിലൂടെ ലഭിക്കുമ്പോൾ അതെന്താവും? പാടില്ലാത്തതാവും, ഹറാമായിട്ട് മാറും. അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് വെള്ളം കുടിക്കാം, പക്ഷെ കള്ളു കുടിക്കാൻ പാടില്ല. അല്ലെ, ചായ കുടിക്കാൻ, ചാരായം കുടിക്കാൻ പാടില്ല. അങ്ങനെയാണ്. തേൻ കുടിക്കാം, പക്ഷെ തെറ്റായ മാർഗത്തിൽ ലഭിച്ചതാണെങ്കിൽ തേന് കുടിക്കാൻ പാടില്ല. ഇതാണ് ഇതിന്റെ ജീവിത വിശുദ്ധിയാണ് ജീവിത വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനാക്കുന്നത്. തെറ്റായ മാർഗത്തിലൂടെ ലഭിച്ചത് തേനാണെങ്കിലും നിഷിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വരുമാനം അതിൽ പൈസ പോലും തെറ്റായ മാർഗത്തിൽ ഇല്ലെന്നൊരാൾ ഉറപ്പിക്കൽ, ഇതാണ് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയാണ് ദൈവവിശ്വാസം ആവേണ്ടത്. ദൈവത്തിന് നേർച്ച വഴിപാടുകളും പൂജകളും നമ്മുടെ കാശിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാത്തിന്റെ ഉടമസ്ഥനാണല്ലോ. അതേസമയത്ത് ഇതിൽ ദൈവത്തിന്റെ നോട്ടമുണ്ട്. ആര്യഥാർത്ഥത്തിൽ അതിക്രമം ചെയ്യുന്നു, അധർമ്മം ചെയ്യുന്നു, ഇതാണ് ദൈവത്തിന്റെ നോട്ടം. ഇതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അപാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതിലെന്തുണ്ട്? അന്നപാനീയങ്ങളിലൊക്കെ തന്നെ എന്തുണ്ട്? വിഭവങ്ങളിലെല്ലാം ഹറാമായത് കലരുന്നുണ്ടോ, നിഷിദ്ധമായത് കലരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ അവസാനിക്കുന്നില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ സത്യവിശ്വാസിയല്ല. ഇതൊക്കെ ഭക്ഷണ മര്യാദയിൽപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ സ്വന്തം വിശപ്പ് പോലെ അയൽവാസിയുടെ വിശപ്പിനെയും കാണുന്നിടത്തേക്ക് അത് വികാസം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അത് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവജാലങ്ങളുടെ കാര്യത്തിൽ വരെ ഈ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാവേണ്ടതുണ്ടെന്ന് പഠിപ്പിക്കുന്നു പ്രവാചകൻ. അതുകൊണ്ടാണ് ഖലീഫ ഉമർ, പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ഖലീഫ ഉമർ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് എന്തെന്നറിയോ? യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്ന് മരിച്ചാൽ അതിന്റെ പേരിൽ ഞാൻ നാളെ ദൈവത്തോട് മറുപടി പറയേണ്ടി വരും. ഈ ഒരു അസ്വസ്ഥതയാണ് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നത്, ജനങ്ങളുടെ ക്ഷേമം പറയാൻ. കാരണം ഒരു ആട്ടിൻകുട്ടി വിശന്ന് മരിച്ചാൽ പോലും ദൈവത്തോട് മറുപടി പറയണം എന്ന ഈ ഒരു ഉൾവെളിച്ചമുണ്ടല്ലോ, ഈ ഒരു ഉത്ബോധമുണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ ഭരണാധികാരിയെ യഥാർത്ഥ ഭരണാധികാരിയാക്കുന്നത്. അധികാരം അധികഭാരമാണ്, അത് അലങ്കാരമല്ല, അഹങ്കാരത്തിനുള്ളതുമല്ല. അതൊരു വലിയ ബാധ്യതയാണ്, സ്വർഗത്തിനും നരകത്തിനും കാരണമാകുന്ന. ഇങ്ങനെയാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? മനുഷ്യരാക്കുന്നത്, എല്ലാ തലങ്ങളിലും മനുഷ്യരാക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അപ്പൊ ഖലീഫ ഉമർ ഒരു സന്ദർഭത്തിൽ ഈജിപ്തിലേക്ക് ഒരു ഗവർണറെ പറഞ്ഞയക്കുന്ന സമയത്ത് വിളിച്ചു ചോദിക്കുന്നുണ്ട്, പിന്നെ താങ്കളുടെ പ്രദേശത്ത് ആരെങ്കിലും മോഷ്ടിച്ചാൽ താങ്കൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുക? ഉടനെ തന്നെ അദ്ദേഹത്തിന് മറുപടി, കരച്ഛേദമല്ലാതെ മറ്റെന്ത് ശിക്ഷ കൊടുക്കാനാണ്? ആ സന്ദർഭത്തിൽ ഖലീഫ ഉമർ അദ്ദേഹത്തോട് പറയുന്നുണ്ടെന്നറിയോ? താങ്കളുടെ പ്രദേശത്ത് വിശന്നതിന്റെ പേരിൽ ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ആദ്യം വെട്ടിയെറിയുക താങ്കളുടെ കരങ്ങളായിരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വിശന്നതിന്റെ പേരിൽ ഒരു മധുവിനെ തല്ലിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കപ്പെട്ട ഒരു ആശയത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് ഒരാൾ വിശന്ന് മരിച്ചാൽ അതിന് ഉത്തരവാദി ആരാ? വിശന്നതിന്റെ പേരിൽ മോഷ്ടിച്ചാൽ ഉത്തരവാദി ഭരണാധികാരിയാണ്. കാരണം ദാരിദ്ര്യം ഒരു തിന്മയാണ്, അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്. ഭരണാധികാരിക്ക് അതിന് ബാധ്യതയുണ്ട് എന്നാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മുഴുവൻ മേഖലകളിലും മാനവികതയെ കുത്തി നിറച്ചുകൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. അത്രത്തോളം എന്തായിരുന്നു പ്രവാചകൻ തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, മാനവികതയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഇതിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഈ അർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ എങ്ങനെയായാലും മനുഷ്യൻ മരിക്കുമല്ലോ. ഇങ്ങനെയായാലും നല്ലവനും മരിക്കും, ചീത്ത ആയാലും മരിക്കും. നല്ല കർമ്മം ചെയ്യുമ്പോഴും മരിക്കും, ചീത്ത കർമ്മം ചെയ്യുമ്പോഴും മരിക്കും. പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ നിങ്ങൾ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി, ചിട്ടയോടുകൂടി നല്ല മനുഷ്യരായി ജീവിക്കണം. കാരണം നിങ്ങൾ ഒരു അദൃശ്യ മേൽനോട്ടത്തിന്റെ വിധേയമാണ്. ഒരു ദൈവത്തിന്റെ മേൽനോട്ടമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് ഖലീഫ ഉമർ അത്രത്തോളം വിലപിച്ചത്. ആ പെൺകുട്ടി വിശന്ന് മരിച്ചാൽ പോലും ദൈവത്തോട് മറുപടി പറയണം എന്ന് മരണാനന്തരം. എന്ന് പറഞ്ഞാൽ മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല, മരണം ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം മാത്രമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ, കർമ്മഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് കർമ്മഫലം അനുഭവിക്കുന്ന ഒരു ജീവിതം കൂടി വരാനുണ്ടെന്ന ഒരു കാര്യം ബാക്കി വെച്ചുകൊണ്ടാണ്. ഇപ്പൊ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഗർഭാശയത്തെ മാത്രം കണ്ടുകൊണ്ടല്ല അവിടെ സൃഷ്ടിക്കുന്നത്. അതൊരൊന്നാം ഘട്ടമാണ്. കാരണം അത് കർമ്മരഹിത ജീവിതമാണ്. കർമ്മഭൂമിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഒന്നാം ഘട്ടമാണ് മാതാവിന്റെ ഗർഭാശയത്തിലുള്ള 10 മാസക്കാലത്തെ ജീവിതം. അവിടെ കണ്ടുകൊണ്ടല്ല അവിടെ സൃഷ്ടിക്കുന്നത്, ഈ 2ാം ഘട്ടത്തെ കണ്ടുകൊണ്ടാണ്.
ഈ രണ്ടാം ഘട്ടത്തിലെ ജീവിതമാകട്ടെ ഒരു മൂന്നാം ഘട്ട ജീവിതത്തെ, കർമ്മഫല ജീവിതത്തെ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള, ഇത് പ്രവാചകൻ നിരന്തരമായി പഠിപ്പിച്ചൊരു കാര്യമാണെന്ത്? മരണത്തിന് ശേഷം. ഇതെല്ലാ പ്രവാചകന്മാരും വേദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മരണത്തിന് ശേഷം എന്തുണ്ട്? ഒരു ജീവിതം. അതാണ് യഥാർത്ഥ ജീവിതം. ഇതല്ല യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിലാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടത്. അവിടെ വിജയിക്കണമെങ്കിൽ ഇവിടെ ദൈവത്തിന് കാശ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ജീവിതത്തെ നന്നാക്കണം. എന്നാൽ അവിടെ വിജയിക്കാൻ ഇത് പറഞ്ഞതാരാണ്? സത്യസന്ധരായ പ്രവാചകന്മാർ പറഞ്ഞു എന്നത് തന്നെയാണ് അതിന്റെ, അതൊരു യാഥാർത്ഥ്യമാണെന്നതിന്റെ, അല്ലെങ്കിൽ അത് കളവല്ലേ. പക്ഷെ സത്യസന്ധരായ പ്രവാചകന്മാർ പറഞ്ഞു എന്നത് തന്നെയാണ് അത് സത്യമാണെന്നതിന്റെ തെളിവ്. അതായത് പ്രവാചകൻ ഒരിക്കൽ ഈ അബൂ സുഫിയാൻ, പ്രവാചകന്റെ ആദ്യകാല ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. ഒരു സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഹിർക്കൽ ചക്രവർത്തിയോട് പോയിട്ട് ഇങ്ങനെ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരാതികൾ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് കുടുംബാവസ്ഥകൾ, പ്രവാചകന്റെ ഇങ്ങനെയുണ്ടല്ല, ഇതെല്ലാം ചോദിച്ച് സ്വഭാവ മഹിമകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ചോദിച്ചു, മുഹമ്മദ് കളവ് പറയാറുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ മുഹമ്മദ് കളവ് പറയാറില്ല, കാരണം അൽ അമീൻ എന്ന് അവര് തന്നെയാണ് പറഞ്ഞിരുന്നത്, കളവ് പറയാറില്ല. ആ സന്ദർഭത്തിൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് പറയുകയാണ്, ദൈവദാസന്മാരോട് കളവ് പറയാത്ത ഒരാൾ ദൈവത്തിന്റെ പേരിൽ കളവ് പറയുമോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലോ. ദൈവദാസന്മാരോട് കളവ് പറയാത്ത ഒരാൾ ദൈവത്തിന്റെ പേരിൽ കളവ് പറയുമോ? മാനവിക വിഷയങ്ങളിലൊക്കെയും സത്യം പറയുന്ന ഒരാൾ ദൈവിക വിഷയങ്ങളിൽ കളവ് പറയുമോ? നമ്മുടെ മനസാക്ഷി എന്താ പറയുന്നത്? അത് പറയാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ കളവ് പറയാൻ സാധ്യതയില്ലെങ്കിൽ പറഞ്ഞതൊക്കെയും സത്യമാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടെന്നതിന്റെ തെളിവ് ഈ സത്യസാക്ഷ്യമാണ്. അപ്പൊ അതൊരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. ഇത് ബോധ്യപ്പെട്ടാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഞാൻ വന്നത് എവിടെ നിന്നാണെന്ന് അറിയുന്നു, എന്തിനു വന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നും അറിയുന്നു. ഇത് ജീവിതത്തിന് നൽകുന്ന ഒരു ദിശാബോധം, ഒരു ലക്ഷ്യബോധം, ഇത് അത്ഭുതകരമല്ലേ? ആ ഒരു ലക്ഷ്യം, ഇത് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന് സ്വസ്ഥതയും സമാധാനവും, കാരണം ഒരു നാഥനുണ്ടെന്ന ബോധം, അനാഥത്വത്തിൽ നിന്നുള്ള മുക്തി, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകുമ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരുന്ന അതിന്റെ സംതൃപ്തി എന്ന് മാത്രമല്ല ജീവിതത്തിൽ വിശുദ്ധിയും. കാരണം എന്താ? മുമ്പ് വോൾട്ടയർ പറയുന്നുണ്ടല്ലോ, യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, പറഞ്ഞു എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയാകുന്നതാണ് എനിക്കിഷ്ടം. മുമ്പർക്ക് ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ പാൽക്കാരൻ എന്താവണം? ദൈവവിശ്വാസിയാവുന്നതാണ് ഇഷ്ടം. കാരണം എന്താ? ഡിഗ്രി സ്കോളർ ആവണം എന്നല്ല. കാരണം എന്താ? ദൈവവിശ്വാസിയാണെങ്കിൽ പാലിൽ വെള്ളം ചേർക്കുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് മനുഷ്യൻ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഉണ്ടല്ലോ മനുഷ്യനായിട്ട് മാറുക എന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ. ഇതാണ് പ്രവാചകൻ നൽകുന്ന ഉൾവെളിച്ചം. ഇങ്ങനെയാണ് പ്രവാചകൻ വെളിച്ചമാകുന്നത്. അതിന് പ്രസക്തിയുണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.